എന്റെ അത്ര ബുദ്ധി നിനക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, എന്റെ അത്ര ബുദ്ധി ഒന്നും നിനക്കില്ല. നീ അങ്ങനെ ബുദ്ധി നിനക്കുണ്ടെങ്കിൽ നീ എന്നാ യൂട്യൂബ് ചാനൽ തുടങ്ങി ജനങ്ങൾക്ക് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കും. അതിനുള്ള ബുദ്ധി ഒന്നും നിനക്കില്ല കേട്ടോ. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. ഒന്നുകൂടി കണ്ടോക്ക്, ചില മിസ്അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവും എല്ലാവർക്കും. ഓക്കെ, നമ്മളോക്ക് അടുത്ത ബാച്ചിൽ ഞാൻ ഉണ്ടാകും തീർച്ചയായിട്ടും. മൈലാഞ്ചിപ്പൂ ആരാണ്? മൈലാഞ്ചിപ്പൂ സയ്യിദല്ലേ? ഓക്കെ, മുഹമ്മദ് റാഫി ഹായ്. ജിഷ ചേച്ചി ഹാപ്പി സൺഡേ. രമ്യ ചേച്ചി ഹായ്, ഹാപ്പി സൺഡേ ചേച്ചി. ഈ വർഷത്തെ വേനൽ കടുക്കുമ്പോ കുറച്ച് ആ വേനലിന്റെ സമയം ഞാൻ അത് പറയാം. ഇപ്പൊ മഴയാണ്. ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്ക്, ഒരാഴ്ച നല്ല മഴ ഉണ്ടാവും. അതെന്തുകൊണ്ട് അങ്ങനെ എനർജി ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടാണ്. അതെന്തൊക്കെയാണ് ഈ ദീപാവലിയുടെ ഡീകോഡിൽ പറഞ്ഞുതരാം. നിങ്ങളൊരു ഹിന്ദു ആണോ? വേറെ സബ്ജക്ട് രാമായണ കഥനെ ഡീകോഡ് ചെയ്യുന്ന ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ ഭക്തനായിട്ടുള്ള ഹിന്ദു ആണോ? അപ്പൊ എനിക്ക് ഒരു വെളിച്ചം വന്നു. നിങ്ങൾ ഹിന്ദുവുമാണ് ഭക്തനുമാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? കിട്ടിയ ഇൻഫർമേഷൻ ലോഡായിട്ടുണ്ട്. ആ ലോഡായ ഇൻഫർമേഷൻ എനിക്ക് തരാം. നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഭക്തനായിട്ടുള്ള ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യം കൂടി പൊങ്ങൻ ചോദിക്കും. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിത പരിചയത്തിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അതായത് നിങ്ങൾ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുഖവില നൽകുന്ന ഒരാളാണോ? നിങ്ങൾ അവരെ വിശ്വാസത്തിലെടുക്കാറുണ്ടോ? അങ്ങനെ ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഭക്തനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ജ്യോതിഷ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ നിങ്ങൾ കബളിപ്പിക്കപ്പെടാം. വിഗ്രഹത്തിന്റെ അടിയിലിരിക്കുന്ന മൂലം. ഇപ്പോൾ നമ്മൾ കേട്ട ഈ ശബ്ദത്തിന്റെ ഉടമയുടെ അടിമകളായി നിങ്ങൾ മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിങ്ങളുടെ കീശ കൊള്ളയടിക്കപ്പെടാനുള്ള. അയ്യപ്പൻ ചാത്തനല്ലേ മാന്ത്രികന്റെ? അതല്ലെങ്കിൽ അയ്യൻ വർഗം എന്ന് പറഞ്ഞൊരു വർഗം ഉണ്ടായിരുന്നു. വർഗത്തിൽ ഒന്നാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞത്. അപ്പൊ അയ്യന്മാർ, അയ്യങ്കാളി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അവരുടെ ഇതാണ്. നിങ്ങളെ നാണ്യമൃഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇയാൾ നിങ്ങളെ അടിപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ വിശ്വാസം ഒക്കെ കൊള്ളയടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊങ്ങൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് തന്റെ സ്റ്റുഡൻസിനെ തന്നെക്കാൾ ഉയരത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് ഒരു ഗുരുവിന് സന്തോഷവും ആനന്ദവും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ശിഷ്യന്മാര് ഉയർത്തി കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കും. ഇതേ ചാനലിൽ ശിഷ്യന്മാരുടെ വീഡിയോസിന് കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കും. കാരണം ഈ ചാനൽ എനിക്ക് അവകാശപ്പെട്ടത് എന്റെ സ്വന്തം, എന്റെ മാത്രം അങ്ങനെയൊന്നും എനിക്കില്ല. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളെന്ന് പറഞ്ഞ അതായത് ഈ വീഡിയോ കാണുന്ന നിനക്കും അവകാശപ്പെട്ടതാണ് ഈ ചാനൽ. ഇവിടെ നിനക്ക് വന്നിക്കാം, ലൈവായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാം. എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഡീകോഡ് ചെയ്യാൻ പോണത് ദീപാവലി എന്ന് പറഞ്ഞ സംഭവമാണ്. ദീപാവലി നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഉണ്ടായ സമയത്ത് അവിടെ ദീപാവലി എന്ന് പറയും, ദീപാവലി പറയും, ദീപാവളി പറയും. സോ ദീപാവലി നമുക്ക് ഡീകോഡ് ചെയ്യാം.